SNDP NSS ഐക്യത്തിൽ വീണ്ടും പ്രതീക്ഷ പങ്കുവച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതി പറഞ്ഞ് പോരടിച്ച് നിന്നാൽ ഹൈന്ദവ സമൂഹം അധോഗതിയിലേക്ക് പോകുമെന്ന് SNDPയുടെ മുഖമാസിക യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി. സമാന ചിന്താഗതിയുടെ എല്ലാവരും ജാതി മതവ്യത്യാസമില്ലാതെ ഈ നീക്കത്തിന്റെ ഭാഗമാകണമെന്നാണ് ആഗ്രഹമെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. രഘുനാഥ് നാരായണനുണ്ട് വിശദവിവരങ്ങളുമായി. രഘുനാഥ്, ഇതിപ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നത് വലിയ അങ്കലാപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. നേരത്തെ രണ്ടുപേരും തമ്മിലുള്ള സമവായം അല്ലെങ്കിൽ ഐക്യം അത് പറ്റില്ല എന്ന് തീരുമാനിച്ചു. ഇപ്പോഴിതാ വീണ്ടും അങ്ങനെ ഒരു സാധ്യത തള്ളാതെയുള്ള ലേഖനവും. എന്താണ് യോഗനാഥത്തിലെ ലേഖനത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? മോദി സാധാരണ നിലയിൽ വ്യക്തിപരമായും സംഘടനാപരമായും അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക് അതേ ഭാഷയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന, വിമർശിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യത്തിൽ അതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് SNDPയുടെയും NSSന്റെയും ഐക്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നായർ ഈഴവ ഐക്യം എന്ന് പറയുന്നത്. പക്ഷേ ആ SNDP അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്നത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമാണ്. എന്ത് തന്നെ ആയാലും NSS അതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. സാധാരണ നിലയിൽ അല്ലെങ്കിൽ മുൻപ് ഈ ഐക്യത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായ ഐക്യ ചർച്ചകൾ മുൻപ് ഈ ഐക്യത്തിൽ നിന്ന് NSS പിന്മാറിയപ്പോൾ ഏതൊക്കെ രീതിയിലാണ്, എത്ര രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചതെന്ന് ഈ ഐക്യം പൊളിഞ്ഞപ്പോൾ ആ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായ രീതിയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ സുകുമാരൻ നായരെയോ NSSനെയോ കടന്നാക്രമിക്കാതെ വളരെ മാന്യമായ, സഭ്യമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. എന്ന് മാത്രവുമല്ല, ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് നായർ സമുദായത്തിനെയോ നായർ സമുദായ അംഗങ്ങളെ ഒരു രീതിയിലും വേട്ടയാടാൻ പാടില്ല എന്നും കാലത്തിന് ഏതെങ്കിലും കാലഘട്ടത്തിൽ അധിക വിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ ആ ഐക്യം സംഭവിക്കും എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് SNDP യോഗത്തിന്റെ മുഖമാസികയായ യോഗനാഥത്തിലൂടെ ഒരിക്കൽ കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം, സംഘടിതമായ ന്യൂനപക്ഷ സമുദായം അനർഹമായ പല കാര്യങ്ങളും നേടിയെടുക്കുന്നു എന്ന് താൻ പറഞ്ഞപ്പോൾ തന്നെ വേട്ടയാടുന്നു അല്ലെങ്കിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം തന്നെ പ്രതിരോധിക്കുന്നത് SNDP യോഗമാണ്. അതിന് തനിക്ക് ശക്തി നൽകുന്നത് SNDP യോഗമാണ് എന്ന് മാത്രവുമല്ല, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഹൈന്ദവ ഐക്യം. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്നുള്ളൊരു പ്രത്യാശയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് മാത്രവുമല്ല, NSSുമായ ഒരു യുദ്ധത്തിനില്ല, മറിച്ച് വിശാല അടിസ്ഥാനത്തിലുള്ളൊരു ഹൈന്ദവ ഐക്യത്തിന് എപ്പോഴും SNDP മുന്നിലുണ്ട്. SNDP യോഗം അതിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് കേരളത്തിലെ എല്ലാ ഹൈന്ദവ സംഘടനകളോടും അല്ലെങ്കിൽ ഹൈന്ദവ സമുദായ സംഘടനകളോടും അതുമല്ലെങ്കിൽ ഇതുമായി സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരോടുമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ശരി, രഘുനാഥ് നാരായണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. SNDP മുഖപുസ്തകമായ യോഗനാഥത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്.